الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأقيموا الصلاة وآتوا الزكاة واركعوا مع الراكعين. സഹോദരി സഹോദരന്മാരെ, വിത്രി കഴിഞ്ഞാൽ സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ് എന്ന് 3 തവണ ചൊല്ലണം. അത് മൂന്നാമത്തെ തവണ ചൊല്ലുമ്പോൾ ശബ്ദം കുറച്ചുകൂടി ഉയർത്തി ചൊല്ലണം. അസ്തഗ്ഫിറുല്ലാഹ് എന്നല്ല അവിടെ ചൊല്ലുന്നത്, സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ്. ആദ്യം പറഞ്ഞതിനേക്കാൾ കുറച്ചുകൂടി ശബ്ദത്തിൽ മൂന്നാമത്തെ തവണ ഒന്നുകൂടി ശബ്ദത്തിൽ പറയും. നമ്മൾ ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷം ദിക്റുകൾ, സുന്നത്ത് നമസ്കാരങ്ങൾക്ക് ശേഷം ദിക്റുകൾ ഇല്ല. എന്നാൽ വിത്ർ നമസ്കാരത്തിന് ശേഷം സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ് എന്ന് 3 തവണ പറയും. അസ്തഗ്ഫിറുല്ലാഹ് എന്നത് ഫർദിന്റെ ശേഷവും സുന്നത്തിന്റെ ശേഷവും പറയാൻ പണ്ഡിതന്മാർ പറയുന്നത്, കാരണം എടുത്ത നമസ്കാരത്തിലുള്ള കുറവുകളും കുറ്റങ്ങളും പുറത്തു കിട്ടാനാണ് ആ അസ്തഗ്ഫിറുല്ലാഹ്. അതുകൊണ്ട് അത് ഫർദിന് ശേഷവും സുന്നത്തിന് ശേഷവും പറയാവുന്നതാണ് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ദിക്റുകളൊക്കെ ഫർദിന് ശേഷമേ ഉള്ളൂ, സുന്നത്തിന് ശേഷം ദിക്റില്ല. സക്കാത്തിനെ കുറിച്ചാണ് സംസാരിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം, ശേഷം നമ്മുടെ സംശയങ്ങൾ ഇൻഷാ അല്ലാഹ് തീർക്കും. ഇസ്ലാം 5 സ്തംഭങ്ങൾ പടുത്തുയർത്തി 5 തൂണുകളിലായി ഇസ്ലാം പടുത്തുയർത്തപ്പെട്ടിരിക്കുന്നു. അതില് മൂന്നാമത്തേതാണ് സക്കാത്ത്. ഖുർആൻ പല സ്ഥലത്തും നമസ്കരിക്കാൻ കൽപ്പിച്ചതിന്റെ കൂടെ നിങ്ങൾ നമസ്കരിക്കണം, നിങ്ങൾ സക്കാത്ത് കൊടുക്കണമെന്ന് നമസ്കാരത്തോടൊപ്പം ഒരുപാട് സ്ഥലങ്ങളിൽ ഖുർആൻ സക്കാത്ത് കൊടുക്കേണ്ട കാര്യം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. സക്കാത്ത് ഓരോന്നിനും കൃത്യമായ നിസാബുണ്ട്. വർഷം തികഞ്ഞിട്ട് കൊടുക്കേണ്ടതും കൊയ്തെടുക്കുമ്പോൾ കൊടുക്കേണ്ടതും ഒക്കെ അത് കൃത്യമായി നാം മനസ്സിലാക്കിയാണ്. സക്കാത്ത് കൊടുക്കുന്നതിലൂടെ നമ്മുടെ സ്വത്ത് സംസ്കരിക്കപ്പെടും, ശുദ്ധീകരിക്കപ്പെടും, മനസ്സുകളിൽ പിശുക്ക് ഇല്ലാതാക്കപ്പെടും, പാവപ്പെട്ടവരോടുള്ള അനുകമ്പയും സ്നേഹവും വർദ്ധിക്കുന്നു. خذ من أموالهم صدقة تطهرهم وتزكيهم بها. നീ അവരുടെ സ്വത്തുക്കളിൽ നിന്ന് സക്കാത്ത് സ്വീകരിക്കുക, അത് അവരെ ശുദ്ധീകരിക്കുവാൻ സംസ്കരിക്കുവാൻ ഉതകുന്നതാണ്. സക്കാത്ത് നൽകുന്നവന് വേണ്ടി
ഖുർആൻ ആവശ്യപ്പെടുന്നു, സക്കാത്ത് തരുന്ന ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ന സ്വലാത്തക സക്കനുൻ ലഹു, നിന്റെ പ്രാർത്ഥന അവർക്ക് ഒരു സമാധാനം ഉണ്ടാക്കി കൊടുക്കുന്നു എന്നതാണ്. സക്കാത്ത് കൊടുക്കുന്നതിലൂടെ അത് കുറയുകയല്ല, വളരുകയാണ് ചെയ്യുന്നത്. സക്കാത്ത് കൊടുക്കാത്ത ധനം അശുദ്ധി കലർന്ന ധനമാണ്, അഴുക്ക് കലർന്ന ധനമാണ്. അപ്പോ സക്കാത്ത് പാവപ്പെട്ടവരുടെ അവകാശമാണ്. അത് മുതലാളിമാരുടെ ഔദാര്യമല്ല, അത് ഓരോരോ നിസാബത്തും നിശ്ചയിക്കപ്പെട്ട തോത് കൊടുത്ത് ശുദ്ധീകരിക്കേണ്ടതാണ്. വൈലുല്ലിൽ മുശ്രിക്കീൻ അല്ലദീന ലാ യുഅ്തൂന സക്കാത്ത്. സക്കാത്ത് കൊടുക്കാത്ത സ്വഭാവം മുസ്ലിങ്ങൾക്ക് ഉണ്ടാവുകയില്ല. മുസ്ലിങ്ങൾക്ക് സക്കാത്ത് കൊടുക്കാത്ത സ്വഭാവം ഉണ്ടാവുകയുള്ളൂ എന്നാണ് ഖുർആൻ പറയുന്നത്. പിന്നീട് ഇത് കൊടുക്കാതെ വന്നാൽ പരലോകത്ത് കബറിൽ അങ്ങോട്ട്, അതായത് മരണപ്പെട്ടനുസരിച്ച് അനുഭവിക്കുകയും കബറിലും ബർസഖിലുമായി അനുഭവിക്കണം. വല്ലദീന യൻസൂന അല്ലാഹ വൽഫില്ലാ വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹ് ഫബശ്ശിർഹും ബിഅദാബിൻ അലീം. സ്വർണ്ണവും വെള്ളിയും ഒക്കെ സക്കാത്ത് കൊടുക്കാതെ അടിയടിയായി നൽകുന്നവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട് എന്ന് അവരെ അറിയിക്കാൻ പരിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെടുന്നതായി നമുക്ക് കാണാം. സക്കാത്ത് കൊടുക്കാത്ത സാധനങ്ങൾ നരകത്തിലേക്ക് ചുട്ടുപഴുപ്പിച്ച് മനുഷ്യന്റെ ശരീരത്തിൽ മുന്നിലും പിന്നിലും സൈഡിലും ഒക്കെ ഒട്ടിച്ചു വെക്കുകയും അങ്ങനെ കഠിനമായ ചൂട് ഒരിക്കലും തണുത്തു പോകാത്ത രീതിയിൽ ചൂട് തണുക്കുന്നതിനനുസരിച്ച് വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുകയും ചെയ്യുമെന്ന് ഖുർആൻ പറയുന്നു. മറ്റൊരു ഹദീസ് പ്രകാരം സക്കാത്ത് കൊടുക്കാത്ത ധനം കാളസർപ്പമായി മാറും. എന്നിട്ട് ഈ മനുഷ്യനെ അത് ചുറ്റി പൊതിയും. ഉഗ്ര വിഷം കാരണം അതിന്റെ തലയിലുള്ള മുടികൾ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. ആ പാമ്പ് ഈ മനുഷ്യനെ തന്നെ കൻസു തന്നെ മാലു എന്ന് പറഞ്ഞുകൊണ്ട് ഞാനാണ് നീ സക്കാത്ത് കൊടുക്കാത്ത സ്വത്ത്, നീ സക്കാത്ത് കൊടുക്കാത്ത പണമാണ് ഞാൻ എന്ന് പറഞ്ഞു കുത്തിക്കൊണ്ടിരിക്കുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സക്കാത്ത് കൊടുത്ത് ശുദ്ധീകരിക്കണം. കൊല്ലത്തിൽ സക്കാത്ത് കൊടുക്കേണ്ടവയും കൊയ്തെടുക്കുമ്പോൾ സക്കാത്ത് കൊടുക്കേണ്ടവയുമുണ്ട്. കൃഷി ഉൽപ്പന്നങ്ങൾക്ക് സക്കാത്ത് കൊടുക്കേണ്ടത് അത് കൊയ്തെടുക്കുന്ന ദിവസമാണ്. കൃഷിയുടെ സക്കാത്ത് എപ്പോഴാണോ വിളവെടുക്കുന്നത് അപ്പോൾ കൊടുക്കേണ്ടത്. ചെലവ് കൂടുതലാണെങ്കിൽ 5% കൊടുത്താൽ, അതായത് 100 രൂപക്ക് 5 രൂപ. ചെലവ് കൂടുതലാണെങ്കിൽ 100 രൂപക്ക് 5 രൂപ. ചെലവ് കുറവാണ് 100 രൂപക്ക് 10 രൂപ. അതെങ്ങനെയെന്ന് വെച്ചാൽ കൃഷി ഉൽപ്പന്നങ്ങളുടെ സക്കാത്ത് കണക്കാക്കുന്നത് 6 ക്വിന്റൽ നമ്മുടെ നാട്ടിൽ 5 വസ്തു, അത് 6 ക്വിന്റൽ. 6 ക്വിന്റൽ തൊലി കളഞ്ഞ അരി, അതിനിപ്പോൾ ഏകദേശം 1 കിലോ അരിക്ക് ഒരു 50 രൂപ വെച്ച് 6 ക്വിന്റൽ അരിക്ക് ഒരു 30,000 രൂപ നമുക്ക് കൂട്ടാം. അപ്പൊ 30,000 രൂപക്ക് മുകളിൽ ഏത് കൃഷി ഉണ്ടായാൽ അതിന് സർക്കാർ നിർബന്ധമായി. ഉദാഹരണത്തിന് ഒരാൾ 30,000 രൂപയ്ക്ക് അണ്ടി വിറ്റ്, ചക്ക വിറ്റ്, മാങ്ങ, തേങ്ങ, ഭൂമി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഏതൊരു കൃഷി ഉൽപ്പന്നവും 30,000 രൂപയ്ക്ക് മുകളിൽ ഉണ്ടായാൽ അത് സർക്കാർ നിർബന്ധമായി. അത് വിളവെടുക്കുന്ന ദിവസം അതിന്റെ സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട്. ഉദാഹരണത്തിന് 30,000 രൂപയുടെ കശുവണ്ടി ഉണ്ടായാൽ കശുവണ്ടിക്ക് അങ്ങോട്ട് വലിയ ചെലവാക്കുന്നില്ല. അതുകൊണ്ട് അതിന് 10% കൊടുക്കണം. അപ്പൊ 30,000 രൂപക്ക് ഒരാൾക്ക് കശുവണ്ടി ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ 10% 3,000 രൂപ സക്കാത്ത് കൊടുക്കണം. എന്നാൽ നേന്ത്രപ്പഴം ഉണ്ടാക്കാൻ വലിയ ചെലവാണ്.
അതിന് 5% എടുത്താൽ അപ്പൊ 30,000 രൂപക്ക് നേന്ത്രങ്ങളുള്ള ആള് 1,500 രൂപ സക്കാത്ത് കൊടുക്കും. ഈ രീതിയിൽ കൂടുതൽ ചെലവിറങ്ങിക്കൊണ്ടാണ് 100 രൂപക്ക് 5 രൂപയും അല്ലാത്ത മട്ടത്തിൽ 100 രൂപക്ക് 10 രൂപയും കണ്ട 30,000-ന്റെ ഉപയോഗമായാൽ എല്ലാറ്റിനും കുരുമുളക്, ഏലം, ഇഞ്ചി, പൂള തുടങ്ങി എല്ലാറ്റിനും സക്കാത്ത് കൊടുക്കും നിർബന്ധമാണ്. പിന്നീട് ശമ്പളക്കാരനാണ് അവന്റെ കയ്യിൽ മിച്ചം വന്ന 590 അല്ലെങ്കിൽ 595 ഗ്രാം വെള്ളിയുടെ പൈസ ഒരു കൊല്ലമായി കയ്യിലുണ്ടായ സക്കാത്ത് നിർബന്ധമായി. 595 ഗ്രാം വെള്ളിയുടെ പൈസ ഇന്നത്തെ നിലവാര പ്രകാരം 1,30,000 രൂപ. 1,30,000 രൂപ ഒരാളുടെ കയ്യിൽ ബാങ്കിലോ പെട്ടിയിലോ ഒരു വർഷമായി കയ്യിലെങ്കിൽ അവന് സക്കാത്ത് നിർബന്ധമായി. അതിന്റെ 2.5% കൊടുക്കണം. ഉദാഹരണത്തിന് 2 ലക്ഷം രൂപ ഒരു കൊല്ലം കയ്യിലുള്ളവരാണ്. അത് കുട്ടിയെ കെട്ടിക്കാനാവട്ടെ, വീട് പണിക്കാകട്ടെ, പ്രായം കഴിയുമ്പോൾ ചികിത്സക്കാകട്ടെ, ഹജ്ജിനോ ഉംറക്കോ എന്തിനു കരുതി വെച്ചതാവട്ടെ, ഒരു കൊല്ലം കഴിയുമ്പോൾ അതിന്റെ 2.5% അഥവാ 5,000 രൂപ സക്കാത്ത് കൊടുക്കണം. 10 ലക്ഷം രൂപ ഉള്ളവൻ 25,000 രൂപ കൊടുക്കണം. കൊല്ലം കഴിഞ്ഞാൽ വീണ്ടും കയ്യിലുള്ളതിന്റെ 2.5 കൊടുക്കണം. അങ്ങനെ 2.5 കൊടുത്ത് 595 ഗ്രാം വെള്ളിയുടെ കുളം അഥവാ 1,30,000 രൂപയിൽ എത്തിയാൽ പിന്നെ കൊടുക്കേണ്ടതില്ല. അങ്ങനെ ശുദ്ധീകരിക്കണം. ശുദ്ധീകരിക്കാതെ വന്നാൽ ബുദ്ധിമുട്ടാണ്. ഫറളുകളും സുന്നത്തുകളും ദിക്റുകളൊക്കെ കൃത്യമായി എടുക്കുന്ന പലരും സക്കാത്തിന്റെ കാര്യത്തിൽ വളരെ പിന്നിലാണ്. ഞാൻ അതിനേക്കാൾ അവർക്ക് കൊടുത്തിട്ടുണ്ട്. സക്കാത്തിന്റെ വകുപ്പ് അത് കൃത്യമായി മനസ്സിലാക്കി കൊടുക്കുക തന്നെ വേണം. ഇനി സ്വർണത്തിന്റെ സക്കാത്ത് 100 പവനോ 2.5 പവനോ ഒരു കൊല്ലം അത് ശരീരത്തിൽ കെട്ടിയാലും വീട്ടിൽ വെച്ചാലും ലോക്കറിലായാലും എന്തായാലും സക്കാത്ത് കൊടുക്കണം. 100 പവനുള്ളവർ ഒരു കൊല്ലത്തിൽ 2.5 പവൻ, 50 പവനത്തിന് 1.25 പവൻ, 40 പവനമാണ് കയ്യിലുള്ളതെങ്കിൽ 1 പവൻ, 30 പവനമാണുള്ളതെങ്കിൽ 6 ഗ്രാം, 20 പവനമാണെങ്കിൽ 4 ഗ്രാം, 15 പവനാണെങ്കിൽ 3 ഗ്രാം, അങ്ങനെ കൊടുത്ത് അത്ര പവൻ അഥവാ 85 ഗ്രാം എത്തിയാൽ എന്നെ കൊടുക്കേണ്ടതില്ല. 85 ഗ്രാമിന് അത് മാറ്റി നിർത്തിയിട്ടല്ല കൊടുക്കണം. 15 പവനുള്ള ഒരാള് 10 പവനം മാറ്റി വെച്ച് 4 കൊടുത്താൽ പോരാ. 15 മൊത്തം കൊടുക്കണം. കൊടുത്ത് 85 ഗ്രാമിന് താഴെ പിന്നെ കൊടുക്കേണ്ടതില്ല. ഈ നിലയ്ക്ക് സ്വർണത്തിന്റെ വെള്ളിയുടെ എല്ലാറ്റിന്റെയും സർക്കാർ കൊടുക്കൽ നിർബന്ധമാണ്. നിങ്ങൾ നമസ്കാരം നിലനിൽക്കുന്നത് പോലെ സക്കാത്ത് കൊടുക്കുകയും ചെയ്യുക. കച്ചവടക്കാരൻ അവന്റെ കയ്യിൽ കിട്ടിയ ലാഭം എല്ലാ ചെലവുകളും കഴിച്ച് ഒരു കൊല്ലത്തിൽ കയ്യിൽ കിട്ടിയ ലാഭവും അവന്റെ ഷോപ്പിലുള്ള സാധനങ്ങളുടെ സ്റ്റോക്ക് അതിന്റെ സാധനങ്ങളുടെ ന്യായ വിലയുണ്ട്. ആ സാധനങ്ങളുടെ വിലയിൽ ലാഭം കൂട്ടിയിട്ട് അതിന്റെ 2.5% കൊടുക്കണം. ഉദാഹരണം പറഞ്ഞ ഒരാളുടെ പീടികയിൽ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് സ്റ്റോക്ക് റബ്ബ് നടത്തിയപ്പോൾ 10 ലക്ഷം രൂപ 10 ലക്ഷം രൂപയ്ക്കുള്ള സാധനങ്ങളാണ് കടയിലുണ്ട്. ഇയാൾക്ക് 2 ലക്ഷം രൂപ ലാഭവിഹിതമായി എല്ലാ കയ്യിലുണ്ട്. അപ്പൊ ഇയാൾ 12 ലക്ഷം രൂപയുടെ അഥവാ 30,000 രൂപ ഒരു കൊല്ലത്തിൽ 2 തവണ സക്കാത്ത് കൊടുക്കണം. 10 ലക്ഷം രൂപ കടയിലുള്ള സാധനങ്ങളുടെ വിലയും പ്ലസ് ആകെ കിട്ടിയ ലാഭം, അങ്ങനെ 12 ലക്ഷം രൂപ കയ്യിലുള്ള ഒരു കച്ചവടക്കാരൻ 30,000 രൂപ 2% ഒരു കൊല്ലം കഴിയുമ്പോൾ സക്കാത്ത് കൊടുക്കണം. ഈ നിലയ്ക്ക് എല്ലാം ശുദ്ധീകരിക്കപ്പെടണമെന്നാണ് അള്ളാഹു നമ്മോട് പറയുന്നത്. പ്രവാചകൻ അതാണ് പഠിപ്പിച്ചത്. പ്രവാചകന്റെ സന്നിധിയിൽ ഒരു പെണ്ണും ആ പെണ്ണിന്റെ മകളും
വന്നു. മകളുടെ കയ്യിൽ 2 തടിച്ച വളകൾ പ്രവാചകൻ ചോദിച്ചു, ഈ വളകളുടെ സക്കാത്ത് കൊടുത്തിട്ടുണ്ടോ? ഇല്ലാന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി ഉടനെ ചോദിച്ചു, നിന്റെ പെൺകുട്ടിയും നിന്റെ പൊന്നാര മകളുടെ കയ്യിൽ നരകത്തിൽ നിന്നുള്ള 2 തീവള അല്ലാഹു ധരിപ്പിക്കുന്നത് നിനക്ക് ഇഷ്ടമാണോ? അപ്പോ ഉടനെ ആ 2 വളകളും ഊരി പ്രവാചകന്റെ കയ്യിൽ വെച്ചു കൊടുത്തിട്ട്, ഇത് അല്ലാഹുവിന്റെ റസൂൽ പരലോകത്തിൽ നിങ്ങൾക്ക് ഹൈറാകുന്ന കാര്യത്തിലേക്ക് എന്നെ എത്തിയാൽ മതി, ഇനി അത് ഞങ്ങൾക്ക് വേണ്ടതില്ല. ശരിക്കും പറഞ്ഞാൽ ധരിച്ചിരിക്കുന്ന ആഭരണത്തിന് സക്കാത്ത് കൊടുത്തിട്ടുണ്ടോ എന്ന് പ്രവാചകൻ ചോദിക്കുകയാണ്. അപ്പൊ ധരിച്ചാലും കെട്ടിയിൽ വെച്ചാലും ഒക്കെ കൊടുക്കണം. ആരാണോ ധനത്തിന്റെ ഉടമ, ആരാണോ സ്വർണത്തിന്റെ ഉടമ? മകളാണെങ്കിൽ മകൾ കൊടുക്കണം, ഭാര്യയാണെങ്കിൽ ഭാര്യ കൊടുക്കണം, ഉപ്പയാണെങ്കിൽ ഉപ്പ കൊടുക്കണം. കൊടുക്കാത്തവർക്കാണ് ശിക്ഷ. കൊടുക്കാൻ പ്രേരിപ്പിക്കണം, പ്രേരിപ്പിക്കാതെ തടയുന്ന, കൊടുക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ച് തടയുന്നവർക്ക് ആ കൊടുക്കാത്തവരെ പോലെയുള്ള ശിക്ഷ ലഭിക്കുമെന്നാണ് ഖുർആനിന്റെയും സുന്നത്തിന്റെയും അധ്യാപനം പഠിപ്പിച്ചു തരുന്നത്. പിന്നെ സ്വന്തം ഉമ്മ, സ്വന്തം ഉപ്പ, സ്വന്തം ഭാര്യ, സ്വന്തം മക്കൾ, പേരമക്കൾ, ഇവർക്ക് സക്കാത്തിൽ നിന്ന് ഒന്നും കൊടുക്കാൻ പാടില്ല. ഓർക്ക് കൊടുത്താൽ വീടില്ല, ഓർക്ക് നിർബന്ധമായി ചെലവിന് കൊടുക്കണം. ഭാര്യക്ക്, മക്കൾക്ക്, മാതാപിതാക്കൾക്ക് നിർബന്ധമായി ചെലവിന് കൊടുക്കേണ്ടതാണ്. അത് കുടുംബനാഥന്റെ ബാധ്യതയാണ്. അവർക്ക് സക്കാത്തിൽ നിന്നൊന്നും കൊടുക്കാൻ പാടില്ല. അതുപോലെ സക്കാത്തിന്റെ അവകാശികൾ 8 വിഭാഗക്കാർ. സൂറത്ത് തൗബയിൽ ഇന്നമ സദഖാത്തു ലിൽ ഫുഖറാഇ വൽ മസാകീൻ വൽ ആമിലീന അലൈഹാ വൽ മുഅല്ലഫത്തി ഖുലൂബുഹും വഫി റിഖാബി വൽ ഖാരിബീന വഫി സബീലില്ലാഹി വബിൻ സബീൽ. സൂറത്ത് തൗബയിൽ 8 വിഭാഗത്തിന് പ്രത്യേകം അല്ലാഹു എടുത്തു പറഞ്ഞു. ഈ 8 വിഭാഗം മനുഷ്യന്മാരാണ്. അതുകൊണ്ട് പള്ളി നിർമ്മാണ ഫണ്ടിലേക്ക് സക്കാത്ത് കൊടുത്താൽ കാര്യമില്ല. മദ്രസ കെട്ടിടത്തിന്റെ പണം സക്കാത്തിന് മുതൽ കൊടുത്താൽ കാര്യമില്ല. ഈ 8 വിഭാഗം ആളുകൾക്ക് തന്നെ കൊടുക്കണം. അത് നമ്മൾ ആ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടതാണ്. ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സംശയങ്ങളിലേക്ക് കടക്കാം. ബാക്കി എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഞാൻ അവസാനത്തിൽ പറയാം. ഇൻഷാ അല്ലാഹ് തുടങ്ങി. വീട് വിൽക്കാനുള്ള പദ്ധതിയാണോ അതോ വീടിനെ നിലനിർത്തി വാടക കിട്ടിയിട്ട് അതുകൊണ്ട് ജീവിച്ചു പോകാനാണ് ഉദ്ദേശിക്കുന്നത്? വാടക. അപ്പൊ വാടക ഈ പറഞ്ഞ 595 ഗ്രാം, അതായത് 1,30,000 രൂപ വാടക ഇനത്തിൽ കയ്യിൽ കിട്ടി 1 കൊല്ലം തികഞ്ഞാൽ അതിന്റെ 2.5% കൊടുക്കണം. വീടിന്റെ അവ കൊടുക്കേണ്ടതില്ല. കാരണം വീട് കച്ചവട ചരക്കല്ല, വീട് കച്ചവടത്തിനല്ലല്ലോ. അതുകൊണ്ട് വാടകയുടെ സംഖ്യ നിസാബെത്തിയാൽ കൊടുത്താൽ മതി. പിന്നെ ഉൾപ്പെടുത്തി ഈ 8 കൂട്ടരും ഫീസബീലിന്റെ സത്യത്തിൽ 8 വിഭാഗം ഫീസബീലിന്റെ നമുക്ക് നിങ്ങളുടെ സക്കാത്ത് സ്വതക്കയിൽ നിന്ന് നിർമ്മാണത്തിലിരിക്കുന്ന പള്ളിയുടെ പണി പൂർത്തിയാക്കാൻ, നിങ്ങളുടെ സക്കാത്ത് സ്വതക്കയിൽ നിന്ന് നിർമ്മാണത്തിലിരിക്കുന്ന ദീനീ സ്ഥാപനത്തിന്റെ പണി പൂർത്തിയാക്കാൻ എന്ന അഭ്യർത്ഥിക്കാനേ പാടില്ല. സ്വതക്ക മാറ്റി നിർത്തി. സക്കാത്ത് വേറെ, സ്വതക്ക വേറെ, രണ്ടും ഒരേ അർത്ഥത്തിൽ ഖുർആൻ ഹദീസിൽ വന്നിട്ടുണ്ട്. പക്ഷേ സ്വതക്കയിൽ നിന്ന് അതൊക്കെ കൊടുക്കാം. നിങ്ങൾ പള്ളി കെട്ടിടത്തിൽ നിസ്കരിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. പള്ളി ഒരു മൈതാനത്തിൽ നിസ്കരിച്ചാലും AC കെട്ടിടത്തിൽ നിസ്കരിച്ചാലും
അത് നമ്മുടെ തീരുമാനമാണ്. അതിനുവേണ്ടി അല്ലാഹു ഖുർആനിൽ 8 വിഭാഗം ആളുകൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ സക്കാത്തിന്റെ സ്വത്ത് എടുക്കാൻ പാടില്ല. ചില പണ്ഡിതന്മാർ അതിനെ ഉൾപ്പെടുത്തി. പക്ഷെ 8 വിഭാഗം മനുഷ്യരാണ്, ജീവനുള്ള മനുഷ്യരാണ് എന്ന് പറഞ്ഞതുകൊണ്ട് കെട്ടിട ഫണ്ടിലേക്ക് സക്കാത്ത് പൈസ കൊടുക്കാൻ പാടില്ല. പിന്നെ എന്തെങ്കിലും പറഞ്ഞല്ലോ, ഭാര്യ, മക്കൾ, മാതാപിതാക്കൾ. സക്കാത്തിന്റെ സ്വത്ത് അഴിക്കാം, സക്കാത്തിന്റെ സ്വത്ത് അഴിക്കാം. അത് മാതാപിതാക്കൾക്കും ഭാര്യക്കും മക്കൾക്കും കൊടുക്കരുത്. മക്കൾ എത്ര മക്കളുടെ മക്കളായി, പേരമക്കളായി, എത്ര ഇങ്ങോട്ട് പോയാൽ പാപ്പ വല്യപ്പ വല്യപ്പ എത്ര പേരോട്ട് പോയാൽ അവർക്ക് അതിൽ നിന്ന് കൊടുക്കാൻ പാടില്ല. അതല്ലാത്ത തന്നെ 197 രൂപയുണ്ട്, അതിൽ നിന്ന് കൊടുക്കണം. ഈ 2.5 മാറ്റി വെച്ചിട്ട് 2.5 അഴുക്ക് കളക്കാതെ കൊടുക്കാവുന്നതല്ല. മനസ്സിലായോ? അപ്പോ എന്താ ജ്യേഷ്ഠൻ സാമ്പത്തികമായി, അനിയൻ സാമ്പത്തികമായി, പെങ്ങൾ സാമ്പത്തികമായി, ഇപ്പറക്കാർക്കൊക്കെ അല്ലെങ്കിൽ ജ്യേഷ്ഠന്റെ മക്കൾ, അനിയന്റെ മക്കൾ, പെങ്ങളുടെ കുട്ടികൾ, ഇവർക്കൊക്കെ സക്കാത്ത് കൊടുക്കാം. അവർ ഈ പറഞ്ഞ വകുപ്പിൽ വരില്ല. നിർബന്ധമായും ചെലവ് കൊടുക്കേണ്ട വകുപ്പിൽ അവർ വരുന്നില്ല. അതേസമയം സക്കാത്ത് കൊടുക്കുന്ന വ്യക്തിയുടെ വീട്ടിലാണ് ഈ പറയപ്പെട്ട ആളുകൾ താമസിക്കുന്നതെങ്കിൽ അവരുടെ ഭക്ഷണത്തിനുള്ള വകുപ്പിലേക്ക് സക്കാത്ത് കൊണ്ടാൻ പാടില്ല. അത് ഇയാൾ ഔദാര്യമായിട്ട് കൊടുത്തേക്കും. അവര് വേറെ താമസിക്കുന്നു, ജ്യേഷ്ഠൻ വേറെയാണ്, അനിയൻ വേറെയാണ്, പെങ്ങൾ വേറെയാണ്, അവർക്ക് സാമ്പത്തിക, അവർക്ക് സക്കാത്തിൽ അത് കൊടുക്കാം. കൊടുക്കേണ്ടത് കമ്മിറ്റിയാണ്, നമ്മൾ നൽകേണ്ടത് കമ്മിറ്റിയാണ്. ഇസ്ലാമിക ഭരണമുള്ളിടത്ത് ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥന്മാർ അത് വന്ന് വാങ്ങിക്കൊണ്ടുപോയി അർഹരായ ആളുകൾക്ക് എത്തിച്ചു കൊടുത്തു. ഇസ്ലാമിക ഭരണം ഇല്ലാത്തടത്ത് മഹല്ല് കമ്മിറ്റികൾ സജീവമാണ്. അവരെ ഏൽപ്പിക്കുകയും അവര് അർഹരായ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുകയുമാണ് വേണ്ടത്. അത് ഇല്ലാത്തടത്ത് ഈ പറഞ്ഞ രീതിയിൽ കൊടുക്കേണ്ടതാണ്. അതെ, നിങ്ങൾക്കിപ്പോ ഒരു കെട്ടിടത്തിൽ 10 ലക്ഷം രൂപ വാടകയാണ്. മൊത്തം വാടക ഒരു കൊല്ലം 10 ലക്ഷം. അതിൽ നിന്ന് ജീവനക്കാരുടെ ശമ്പളം, ബിൽഡിങ്ങിന്റെ മെയിൻ്റനൻസ്, കറണ്ട് ബില്ലും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിച്ച് എല്ലാം കഴിച്ച് ബാക്കി 5 ലക്ഷം രൂപ വിചാരിച്ചോളൂ. ആ 5 ലക്ഷത്തിന്റെ 2.5% 12.5 നിങ്ങൾ സക്കാത്തായി കൊടുക്കണം. വീട്ടിൽ ചെലവ് അല്ലെങ്കിൽ വരുന്നില്ല. ആ സക്കാത്തിന്റെ വകുപ്പിൽ കെട്ടിടത്തിൽ നിന്ന് കിട്ടണ നോക്കണം. വീട്ടിൽ ചെലവ് കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ഒന്നും കൊടുക്കാൻ പറ്റില്ല. പിന്നെ ഈ വിഷയത്തിലൊക്കെ ദൂരത്തില്ലാത്ത മിതമായ ജീവിത രീതി സ്വീകരിക്കാനാണ് നല്ല കൽപ്പന. സത്യവിശ്വാസികൾ, പ്രത്യേകിച്ച് ഉമ്മത്ത് മുഹമ്മദ് വളരെ ദൂരന്മാരായി ആ രീതി ജീവിക്കാൻ പറയാം. ദൂർത്ത് കാണിക്കേണ്ട രീതിയിൽ ഭക്ഷണം കഴിക്കുക, ദൂർത്ത് കാണിക്കേണ്ട രീതിയിൽ വസ്ത്രം ധരിക്കുക, ദൂർത്ത് കാണിക്കേണ്ട രീതിയിൽ വീടുണ്ടാക്കുക, ദൂർത്ത് കാണിക്കേണ്ട രീതിയിൽ വാഹനങ്ങൾ വാങ്ങിക്കൊടുക്കുക. ഇപ്പോ ഓരോ വീട്ടിലും എത്ര വാഹനങ്ങളാണ്, എത്ര വീടിന്റെ കോലം അടിക്കടി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. 3-4 അടുക്കളകൾ, റൂം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കൊണ്ടിരിക്കുക. ലക്ഷക്കണക്കിന് രൂപയാണ് ചിലർ വീടിന് ചെലവാക്കുന്നത്. ലക്ഷക്കണക്കിന് രൂപയാണ് വാഹനത്തിന് അടിക്കടി ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ദൂരത്ത് കാണിച്ച് എന്റെ കയ്യിലൊന്നും ബാക്കിയില്ല എന്ന് പറഞ്ഞ് കൈ മലർത്തി പിടിച്ചാൽ അല്ലാഹു കൊടുക്കില്ല. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ. അമിതമായി ചെലവഴിക്കുന്നവർ, ദൂരത്ത് കാണിക്കുന്നവർ പിശാചിന്റെ കൂട്ടുകാരാണ്. അപ്പോ പിശാചിന് എന്നെ പ്രേരിപ്പിക്കും, സക്കാത്ത് കൊടുക്കണ്ട, കൊടുത്താൽ അതൊക്കെ കുറഞ്ഞു പോകും.
പിന്നെ നിന്റെ അത്യാവശ്യങ്ങൾക്ക് പൈസ ഉണ്ടാവില്ല. അതുകൊണ്ട് 1000 പകരം 500 പകരം 50 ഇങ്ങനെയൊക്കെ കൊടുത്താൽ മതി എന്ന് പിശാച് പ്രേരിപ്പിക്കും. ഈ പിശാചിനെ സഹായിക്കാൻ ഭാര്യയും മക്കളും കുടുംബവും ഒരു വേള ഓർക്കേണ്ടത് ഒഴുകുന്ന നദിയുടെ തീരത്തിൽ നിന്ന് ഒതുവെടുക്കുകയാണെങ്കിലും ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴയുടെ തീരത്തിൽ നിന്ന് ഒതുവെടുക്കുകയാണെങ്കിലും ആവശ്യത്തേക്കാൾ കൂടുതൽ ദുരുപയോഗം ചെയ്യരുത് എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചു കൊടുത്തത് നമ്മൾ ഓർക്കേണ്ടതാണ്, മനസ്സിലാക്കേണ്ടതാണ്. പിന്നെ മദ്രസ ശമ്പളത്തിന് അല്ലെങ്കിൽ പള്ളിയുടെ ഇമാമിന്റെ ശമ്പളത്തിന് സക്കാത്ത് കൊടുക്കാൻ പറ്റുമോ? പള്ളി കമ്മിറ്റിയുടെ ശമ്പള ഫണ്ട് അല്ലെങ്കിൽ മദ്രസ അധ്യാപകരുടെ ശമ്പള ഫണ്ട് കൊടുക്കാൻ പറ്റില്ലയോ? കമ്മിറ്റി നടത്തുന്ന സഹോദരന്മാർക്ക് മറുപടി പറയാൻ തിരക്കില്ല. പറ്റില്ല, കാരണം വകുപ്പ് വരുന്നില്ല. അവിടെ ഇതിന് കൊടുക്കുമ്പോൾ ശമ്പളം ലാഭിക്കാണ്. സക്കാത്താണ് കൊടുക്കുന്നത്, ശമ്പളം ലാഭിക്കാം പറ്റില്ല, കൊടുക്കാൻ പറ്റില്ല. ശമ്പള വകുപ്പല്ല, 8 വിഭാഗം വേറെ ഉണ്ട്. അതിനൊക്കെ വകുപ്പ് വേറെ കണ്ടെത്തിക്കോളും. ശരി, ഈ കൊല്ലം മദ്രസ അധ്യാപകർക്ക് 1000 രൂപ വീതം ഫ്രീ ആയിട്ട് കൊടുക്കാൻ തീരുമാനിച്ചു. അത് സക്കാത്ത് കൊടുക്കാം. നമ്മുടെ പള്ളിയിലെ ഇമാമിന് ശമ്പളത്തിന്റെ പുറമെ 5000 രൂപ കൊടുക്കാൻ തീരുമാനിച്ചു. അത് കൊടുക്കാം. സാമ്പത്തിക ഇല്ലാത്ത മിസ്കീനോ ഫക്കീറോ പാവപ്പെട്ടവരായ ആളാണെങ്കിൽ അങ്ങനെ കൊടുക്കുന്നത്, ഒന്നിനും പെടാത്തതൊക്കെ കൊടുക്കുന്നത് സക്കാത്തിന്റെ നാമം മറ്റേത് പാടില്ല. തികച്ചു അർഹരായവർക്ക് കമ്മിറ്റി കൂടെ കൊടുക്കാൻ പറഞ്ഞു. കമ്മിറ്റിക്ക് അവരറിയില്ല, അവരെ വേറെ മണ്ണിലുള്ള ആണെങ്കിൽ കുടുംബത്തിലുള്ള അകന്ന കുടുംബത്തിലുള്ള പാവപ്പെട്ട ആളുകൾ അവര് നമ്മളിൽ നിന്ന് സക്കാത്ത് പ്രതീക്ഷിക്കുന്നവരാണ്. നമ്മൾ മുമ്പ് അങ്ങനെ കൊടുത്തിരുന്നു. കമ്മിറ്റിക്കാരോട് പറഞ്ഞപ്പോൾ മഹല്ലിന്റെ മുഖത്തേക്ക് എത്തിച്ചു കൊടുക്കാൻ വിഷമമാണെന്ന് അവർ അറിയിച്ചു. ഇത്തരം സംഗതികളിൽ നമ്മൾ എന്ത് നിലപാട് സ്വീകരിക്കണം? അതല്ലേ അവിടെ കമ്മിറ്റിക്ക് കൊടുക്കാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു വിഹിതം മാറ്റി വെച്ചിട്ട് ബാക്കി കമ്മിറ്റി കൊടുത്താൽ മതി. മാറ്റി വെച്ചത് അവർക്ക് എത്തിച്ചിട്ടുണ്ട്. അടുത്തത് നിസ്കാരം പാടില്ലാത്ത സമയത്ത് ആ സമയത്ത് തഹിയ്യത്ത് ചെയ്യാൻ പറ്റുമോ? നിസ്കാരം നിശ്ചിതമായ സമയം സൂര്യൻ ഉദിച്ചു പോകും, ഉച്ചക്ക് മധ്യാഹ്നത്തിൽ അസ്തമിക്കാൻ അറ്റം ആ സമയത്ത് തഹിയ്യത്തും ഖുർആന്റെ സുന്നത്തൊക്കെ നിസ്കരിക്കാൻ വിരോധമില്ല. അതായത് സാധാരണ നിലക്ക് നമസ്കാരം നിരോധിക്കപ്പെട്ട 3 സമയം, വിശദമായി പറഞ്ഞാൽ 5 സമയം. ആ 2 സമയത്തിലും, അതായത് സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്ത് നല്ലോണം ഉദിക്കുന്നത് വരെ, സൂര്യൻ ഉദിച്ച് ഒരു 10-15 മിനിറ്റ് ആകുന്നത് വരെ, അതല്ലെങ്കിൽ സൂര്യൻ മധ്യാഹ്നത്തിൽ ഒത്ത മുകളിൽ എത്തുന്ന സമയത്ത്, അല്ലെങ്കിൽ സൂര്യൻ അസ്തമിക്കാറാകുന്ന സമയത്ത്, ഈ സമയങ്ങളിൽ നിസ്കാരം പാടില്ല എന്നാണ്. എന്നുവെച്ചാൽ നിഷിദ്ധം എന്ന അർത്ഥത്തിലല്ല, ഉത്തമമല്ല, അഭികാമ്യമല്ല എന്ന അർത്ഥത്തിലാണ്. ആ ടൈമുകളിൽ ഒരാൾ പള്ളിയിലേക്ക് കയറി വന്നു, അയാൾക്ക് തഹിയ്യത്തുൽ മസ്ജിദ് എടുക്കാം. ഒരാൾ ഹറമിൽ തവാഫ് ചെയ്തു, തവാഫിന്റെ 2 റക്അത്ത് കഴിഞ്ഞ് ഈ പറയപ്പെട്ട സമയത്താണ് നിസ്കരിക്കാൻ വിരോധമില്ല. തഹിയ്യത്തുൽ മസ്ജിദ്, തവാഫിന്റെ 2 റക്അത്ത്, ഇത്തരം നിസ്കാരങ്ങളിൽ 24 അവർ
ചെയ്യാൻ പറ്റില്ല. അടുത്ത ചോദ്യം. യഥേഷ്ടം നിസ്കരിക്കാൻ പറ്റില്ലേ? അതായത് മുദ്രക്കായ നിസ്കാരം. മുദ്രക്കായ നിസ്കാരം മുദ്രക്കായ നിസ്കാരം ഉണ്ടല്ലോ, മുത്തലക്കാണ് പറഞ്ഞത്. അതായത് ഈ പറയപ്പെട്ട സമയത്ത് ഇങ്ങനെ പ്രത്യേകിച്ച് കാരണങ്ങൾ വന്നാൽ നിസ്കരിക്കണം. ഇപ്പൊ പള്ളിയിലാകുന്ന ഒരാൾ കയറി വരികയാണെങ്കിൽ അവിടെ കമ്മിറ്റി മീറ്റിംഗ് ഉണ്ട്, അല്ലെങ്കിൽ മുമ്പ് തുറ ഇഫ്താറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അതൊക്കെ നിസ്കരിക്കാം. അതല്ലാത്ത നിലക്ക് നിസ്കാരം. അതല്ല ചോദിച്ചത്, മുദ്രക്കായ നിസ്കാരം വകുപ്പില്ലേ എന്ന്. അതായത് വിശുദ്ധല്ലാത്ത സമയത്ത് നിസ്കാരം നിരോധിക്കപ്പെടാൻ സാധ്യത അങ്ങനെ ഒന്നുകൂടി വ്യക്തമാക്കണം. ചോദ്യത്തിലൂടെ പറയും. ഇന്ന സമയങ്ങളിൽ നിസ്കരിക്കാൻ പാടില്ലാറില്ലേ? അതല്ലാത്ത സമയത്ത് ഒരാൾക്ക് എത്രയും നിസ്കരിച്ചൂടെ? നിസ്കരിക്കാം. സുന്നത്തായ വകുപ്പിലൂടെ. അത് ഏത് സുന്നത്തിൽ നോക്കുമ്പോ സ്വയം ഇയാള് 2, 4, 6, 8, 10 എന്നുള്ള നിലയ്ക്ക് നിസ്കരിക്കാതിരിക്കാൻ നിങ്ങൾ ഉദ്ദേശിച്ചത്. പ്രവാചകന്റെ ജനയിൽ സ്ഥിരപ്പെട്ടത് ഫർളുകൾക്ക് പുറമെ സുന്നത്തായി നബി കാണിച്ചു തന്ന നമസ്കാരങ്ങളാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന് വിരോധമില്ല. അതല്ലാത്ത നിലയ്ക്ക് ഒരാൾക്ക് സ്വയം നിസ്കരിക്കാൻ തോന്നിയാൽ അതിൽ തെറ്റിന് പറഞ്ഞുകൂടാ. ഇനി എന്തെങ്കിലും സുബൈക്ക് മുമ്പുള്ള 2 റക്അത്ത് റവാത്തിബ് സുന്നത്ത് ഒരു കാരണവശാലും നമ്മൾ ഒഴിവാക്കരുത്. അത് ജീവിതത്തിൽ മരിക്കുന്നത് വരെ ഒഴിവാക്കാൻ പാടില്ല. സുബൈന്റെ മുമ്പുള്ള 2 റക്അത്താണ് റവാത്തിബ് സുന്നത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. യാത്രയിൽ വരെ നബി അത് ഒഴിവാക്കിയിട്ടില്ല. യാത്രയിൽ 4 റക്അത്തുള്ള നമസ്കാരം 2 ആക്കി ചുരുക്കി നമസ്കരിച്ച പ്രവാചകൻ സുബൈന്റെ മുമ്പുള്ള സുന്നത്ത് ഒഴിവാക്കിയിട്ടില്ല. അതുകൊണ്ട് അത് അത്ര പ്രാധാന്യം അർഹിക്കുന്നു. സുബഹിന്റെ 2 റക്അത്തുകൾ ദുനിയാവിലുള്ള സമ്പത്തിനേക്കാളും ഹൈറാക്കപ്പെട്ടതാണ്. അപ്പൊ അത് ഒഴിവാക്കിയത്. അങ്ങനെ വീട്ടിൽ നിന്ന് സുന്നത്ത് എടുക്കാത്ത സാധാരണ നിലക്ക് സുന്നത്തിന് ഒക്കെ വീട്ടിൽ നിന്ന് വീടുകളെ മക്കബറകളാക്കി വീടുകളിൽ നമസ്കാരങ്ങൾ, ഫർദ് നമസ്കാരങ്ങൾ പള്ളിയിൽ വെച്ച്, സുന്നത്ത് നമസ്കാരങ്ങൾ വീട്ടിൽ വെച്ച്. അങ്ങനെയാണ് നബിചര്യ. ഹറമിൽ താമസിക്കുന്ന വ്യക്തിയാണെങ്കിലും അങ്ങനെയാണ് ചെയ്യേണ്ടത്. എന്നാൽ വീട്ടിൽ നിന്ന് ഒരാൾ വന്നു സുബൈക്ക് മുമ്പുള്ള സുന്നത്ത് വീട്ടിൽ നിന്നാണ് എടുക്കാൻ സൗകര്യപ്പെട്ടില്ല. പള്ളിയിൽ വന്ന് നോക്കുമ്പോൾ പള്ളിയിൽ ജമാഅത്ത് നിസ്കാരം തുടങ്ങി. ജമാഅത്ത് തുടങ്ങിയാൽ പിന്നെ ഒരു സുന്നത്തും പാടില്ല. ഇദാ ഖീമത്തിസ് സ്വലാത്തു ഫലാ സ്വലാത ഇല്ലൽ മക്തൂബ. ഇഖാമത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഫർളല്ലാത്ത ഒരു നമസ്കാരം പാടില്ല. അപ്പോ ഇയാൾ സുബൈക്ക് മുമ്പുള്ള സുന്നത്ത് എടുത്തിട്ടില്ല. പള്ളിയിൽ വന്നു, അവിടെ ജമാഅത്ത് സുബൈന്റെ ജമാഅത്ത് തുടങ്ങി. അയാൾ നേരെ പറഞ്ഞ ജമാഅത്തിൽ പങ്കെടുക്കുന്നു. നിസ്കാരം കഴിഞ്ഞിട്ട് അതിന്റെ ദിക്റുകൾ ചൊല്ലിക്കഴിഞ്ഞ ശേഷം ഒന്നുകിൽ അപ്പോൾ തന്നെയോ ഇല്ലെങ്കിൽ സൂര്യൻ ഉദിച്ച് 15 മിനിറ്റിന് ശേഷം നേരത്തെ പറഞ്ഞ സമയം കഴിഞ്ഞിട്ടോ ഇയാൾക്ക് നമസ്കാരം മടക്കാവുന്നതാണ്. ഒരു വിരോധമില്ല. അടുത്തത് അതിന്റെ മസാല ഞാൻ പറഞ്ഞു. അതിന്റെ പേരിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ചർച്ചകൾ നടക്കണം. റസൂൽ ഈ വിഷയത്തിൽ പറഞ്ഞത് വെള്ളിയാഴ്ചയും ജുമയും ഒരുമിച്ച് വന്നാൽ പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുത്ത് ജുമുഅയുടെ അന്നത്തെ ഫർളിയത്ത് ഇല്ല. എന്നുവെച്ചാൽ പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുത്ത് അന്ന് ജുമുഅക്ക് പോകാൻ ഫർളല്ല. അതാണ് അവന് വേണമെങ്കിൽ പോകാം, ഇല്ലെങ്കിൽ നിസ്കരിച്ചാൽ മതി. ഉദാഹരണത്തിന് പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് ദൂരത്തുള്ള മകളെ അല്ലെങ്കിൽ മകനെ എയർപോർട്ടിലേക്ക് കൊണ്ടുവരാൻ ഇങ്ങനെ പോകുന്ന സമയത്ത് ഇനി 2 മണിക്കൂർ കഴിഞ്ഞാൽ ഫറവാക്കപ്പെട്ട ജുമുഅ ഉണ്ടല്ലോ എന്ന് അയാൾ കരുതേണ്ടതില്ല. അയാൾക്ക് അന്നത്തെ ദിവസം ജുമുഅക്ക് പോകാൻ ഫറളല്ല. ആ നിർബന്ധാവസ്ഥ ഒഴിവായി കിട്ടും.
വേണമെങ്കിൽ ഒഴിവാക്കാം. പക്ഷെ നമസ്കരിക്കൽ നിർബന്ധമാണ്. എന്നാൽ ഒരു മഹല്ലിലങ്ങനെ പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞിട്ട് വെള്ളിയാഴ്ച ആയതുകൊണ്ടാണ് ഇനി ഇവിടെ ജുമ ഉണ്ടായിരിക്കുന്നതല്ല എന്ന് പറയാൻ പാടില്ല. ജുമ ഉണ്ടാകണം, ജുമ നടത്തണം. അതാണ് റസൂൽ പറഞ്ഞത്. നമ്മൾ രണ്ടും നടത്തും, അഥവാ പെരുന്നാൾ നിസ്കരിക്കും, ജുമ നിസ്കരിക്കും. പക്ഷെ ഒന്നിൽ പങ്കെടുത്തവന് മറ്റേത്, അതായത് പെരുന്നാളിൽ പങ്കെടുത്താൽ പെരുന്നാൾ നമസ്കാരത്തിൽ ഭാഗമാക്കായാൽ ജുമാ നമസ്കാരത്തിൽ പങ്കെടുക്കൽ നിർബന്ധമല്ല. അവന് മുഖ്യമെടുത്താലും മതി. ഖത്തീബ് രണ്ടും നടത്തണം, ബാക്കിയുള്ള നാട്ടുകാർ സഹകരിക്കും. നമ്മളിപ്പോ എന്ത് ചെയ്യാം? നമ്മൾ സാധാരണ പോലെ നാട്ടിൽ തന്നെ ഉണ്ട്, നമ്മൾ ഇവിടെ പോണില്ല, രണ്ടിലും പങ്കെടുക്കാം അല്ല. പെരുന്നാൾ സ്നാനം കഴിഞ്ഞിട്ട് കാര്യപ്പെട്ടൊരു യാത്ര ഉണ്ട്, അങ്ങനെ പോയിക്കോട്ടെ, ഒരു ജുമയ്ക്ക് പകരം നിസ്കരിച്ചാൽ മതി. അടുത്ത ചോദ്യം ഏത്? സുന്നത്ത് നിസ്കാരം ഒക്കെ ശരി. തറാവീഹ് ഖിയാമുൽ ലൈലോ സുന്നത്തല്ലേ? ഇത് പള്ളിയിലാണ്, വീട്ടിലാണ്. 3 ദിവസത്തേക്ക് പള്ളി നിസ്കരിച്ചു. ആ തെളിവ് വെച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംവിധാനം നമ്മൾ കൊണ്ടുപോകുന്നത്. ഈ 3 ദിവസത്തിന് ശേഷം നബി എവിടെ നിസ്കരിച്ചത്? മരിക്കണവരെ അബൂബക്കർ സിദ്ദീഖിന്റെ കാലത്ത് സഹാബത്ത് അവര് നിസ്കരിച്ചത് ഇവിടെ വീട്ടിൽ. ഉമർ ഖത്താബിന്റെ കാലം, ഭരണകാലം പകുതി പിന്നിടുമ്പോഴാണ് പിന്നെ പള്ളിയിലേക്ക് തിരിച്ചു വരുന്നത്. അപ്പൊ ഖിയാമുൽ ലൈൽ വകുപ്പിൽ ഫർളുകളൊക്കെ പള്ളിയിൽ, സുന്നത്തുകളൊക്കെ വീട്ടിൽ. എന്നാൽ ഖിയാമുൽ ലൈൽ പള്ളിയിൽ വെച്ചും വീട്ടിൽ വെച്ചുമാകാം. പ്രവാചകന്റെ കാലഘട്ടത്തിൽ സഹാബത്ത് ഒന്നിച്ച് നബി തിരുമേനി 3 രാത്രി തുടരെ നിസ്കരിച്ചത് പള്ളിയിൽ വെച്ച് നിസ്കരിക്കാനുള്ള തെളിവാണ്. അതിന്റെ ശേഷം ആളുകൾ കൂടിപ്പോകുന്നത് കണ്ടപ്പോൾ അത് ഫറലാക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞ് നബി തിരുമേനി പിന്നീട് നിസ്കാരം നടത്തി വെക്കുകയാണ് ഉണ്ടായത്. പിന്നീട് നബി മരിക്കുന്നത് വരെ വീട്ടിൽ വെച്ചാണ് നിസ്കരിച്ചത്. നിസ്കരിക്കുന്ന ടൈം അവസാന ടൈമാണ് ഏറ്റവും ഉത്തമം. അപ്പോ ഒരാൾക്ക് മറ്റങ്ങനെ വീട്ടിൽ വെച്ച് ചെയ്യുകയാണെങ്കിൽ അതിന് വിരോധമില്ല. ജമാഅത്തായിക്കൊണ്ട് ഇങ്ങനെ പള്ളിയിൽ ചെയ്യുന്നതിനും വിരോധമില്ല. മറ്റൊരു ചോദ്യം, ഈ പറയുന്ന സർക്കാരിന്റെ അവകാശങ്ങൾ തന്നെ. ഹിജ്റ 2-ാം വർഷം നോമ്പ് നിർബന്ധമാക്കിക്കൊണ്ട് കൽപ്പന. അതിന്റെ തൊട്ട് പിന്നാലെ ഫിത്ർ സക്കാത്തിന്റെ കൽപ്പന, അതിന്റെ തൊട്ട് പിന്നാലെ സക്കാത്തിന്റെ കൽപ്പന. അപ്പോ സൂറത്തുൽ തൗബയിലെ എന്ന് തുടങ്ങുന്ന ആയത്തിലെ 8 വിഭാഗം ആളുകൾ തന്നെയാണ് സക്കാത്തുൽ ഫിത്റിന്റെയും അവകാശികൾ. അതിൽ ഫഖീർ, മിസ്കീന്, കടം കൊണ്ട് വലഞ്ഞവൻ, ഇത്തരത്തിലുള്ള ആളുകളൊക്കെ നോക്കിയിട്ടാണ് നമ്മളത് കൊടുക്കേണ്ടത്. അടിമമോചനം പോലുള്ളത് ഇപ്പൊ നമ്മുടെ നാട്ടിൽ അങ്ങനെ കിട്ടണം. ഉള്ള വിഭാഗത്തിൽ പെടുത്തി അത് ഏത് ഉദ്ദേശത്തിലാണ് ചോദിക്കുന്നത്? പട്ടിണി കിടക്കുന്ന ആളാണ് ആണെങ്കിൽ കൊടുക്കാം. ഉദൂഹിയത്തിന്റെ മാംസം, ഉദൂഹിയത്തിന്റെ മാംസം, ഫിത്ർ സക്കാത്തിന്റെ അരി, ഇതൊക്കെ മുസ്ലിങ്ങൾക്ക് അവര് ഫഖീർ, മിസ്കീൻ വകുപ്പുകളിൽ തരുന്നുവെങ്കിൽ കൊടുക്കാം. പക്ഷെ മുസ്ലിമിൻ്റെത് തടയപ്പെട്ടുകൊണ്ടുള്ള അവസ്ഥയിലാവില്ല. സുബൈന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം വീട്ടിൽ നിന്ന് നിസ്കരിക്കാതെ പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്നവരാണ്. അങ്ങനെ നിസ്കരിക്കുന്നതിന് വിരോധമല്ല. ശരി, നല്ലത് വീടാണ്. വീട്ടിൽ നിന്ന് നിസ്കരിക്കാതെ പള്ളിയിൽ വന്ന് നിസ്കരിക്കും. 1 റക്അത്ത് കഴിഞ്ഞ് 2-ാം റക്അത്തിലേക്ക് നിന്നപ്പോൾ വേഗത്തിൽ ഇയാൾ നമസ്കാരം പൂർത്തിയാക്കി സലാം വീട്ടി ഇമാമിന്റെ കൂടെ പറഞ്ഞു. ഇയാൾ വന്ന കൈ കെട്ടിയ ഉടനെ സുബൈന്റെ 2 റക്അത്ത് സുന്നത്തിന് വേണ്ടി കൈ കെട്ടിയ ഉടനെ തന്നെ എങ്കിൽ ഇയാൾ സലാം കണ്ടവില്ല. ഇഖാമത്ത് കൊടുക്കുന്നതോടുകൂടി നടക്കുന്ന എല്ലാ നിസ്കാരങ്ങളും എന്തായി? ഇല്ലാത്തതുപോലെ അയാളെ കയ്യിൽ അയച്ചില്ല. സഫിൽ വന്ന് ഇമാമത്തിനോട് കൂടെ അല്ലാഹു അക്ബർ അങ്ങനത്തെ സുബൈന്റെ നിയ്യത്തിൽ നിസ്കാരം ചെയ്യാൻ.
സുബൈന്റെ 2 റക്അത്ത് ജീവിതത്തിൽ ഒരിക്കലും ഒരാക്കില്ല. ശരി, ളുഹറിന്റെ മുമ്പ് എത്ര റക്അത്ത്? 4. പിന്നെ 2 ആകാൻ പാടില്ല. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ റിപ്പോർട്ട് പ്രകാരം 2. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ റിപ്പോർട്ട്, മുസ്ലിം റളിയല്ലാഹു അൻഹയുടെ റിപ്പോർട്ട് പ്രകാരം 4. സുന്നത്ത് നമസ്കാരത്തിന്റെ എവിടെ വെച്ചെടുത്ത് പറയും? വീട്ടിൽ. ഇപ്പൊ വീട്ടിൽ വെച്ചെടുക്കുന്ന നമസ്കാരത്തെ പറ്റി കൂടുതൽ അറിയാറില്ല ഭാര്യമായി. അതുകൊണ്ടാണ് ഇവിടെ തള്ളിക്കളയാൻ പറ്റില്ല. അതിന്റെ മുമ്പ് 4 തവണയാണ്. ശരി, ഈ 2,000 മുത്തബീബ് സുന്നയാണ്. ഉപര ഹദീസിൽ അങ്ങനെ നല്ല ബലമുണ്ട്. ഇപ്പൊ 2 പള്ളിയിൽ വന്ന് നോക്കുമ്പോൾ നോട്ടീസ് തരത്തിന് പള്ളിയിൽ ളുഹറിന്റെ മുമ്പുള്ള 2 റക്അത്ത് നിസ്കരിക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ 4 റക്അത്ത് നിസ്കരിക്കുന്ന ഒരാൾക്ക് ജമാഅത്ത് തുടങ്ങി അത് നിസ്കരിക്കാൻ സമയം കിട്ടിയില്ല. നേരെ വന്ന് പള്ളിയിൽ ജമാഅത്ത് കയറി ളുഹർ നിസ്കരിച്ച് അതിന്റെ ശേഷമുള്ള ദിക്റുകൾ ചൊല്ലിക്കഴിഞ്ഞിട്ട് അതിന്റെ ശേഷമുള്ള 2 റക്അത്ത് റവാത്തിബ്, ളുഹറിന് ശേഷമുള്ള 2 റക്അത്ത് റവാത്തിബ് സുന്നത്ത് എടുത്തിട്ട് പിന്നെ ളുഹറിന്റെ മുമ്പ് ഇയാൾ സ്ഥിരം എടുക്കുന്നത് 2 ആണെങ്കിൽ അതിന്റെ മടക്കം, 4 ആണെങ്കിൽ 2 സലാമിലൂടെ 4 മടക്കം. എന്ന് വെച്ചാൽ സുബൈന്റെ മുമ്പുള്ള സുന്നത്തും ളുഹറിന്റെ മുമ്പുള്ള സുന്നത്തും കൃത്യമായി ബന്ധപ്പെട്ടാൽ മടക്കാൻ പറ്റും. അതുകൊണ്ട് നഷ്ടപ്പെടാത്ത അവസ്ഥ തന്നെ ഉണ്ടാക്കിയെടുത്ത് മുന്നോട്ട് പോകണം. ഇനി രാത്രി നിസ്കാരം, രാത്രി നോമ്പ് തുറന്നാലും രാത്രി അന്വേഷിക്കണം, നിസ്കരിക്കാൻ കഴിയില്ല. അപ്പൊ എന്താ ചെയ്യാ? എന്ത് ചെയ്യും? ഇയാൾ നിസ്കരിക്കണ്ട. നേരെ ക്ഷീണമൊക്കെ മാറി അപ്പോൾ അയാൾ നിസ്കാരം മടക്കാൻ 11 പകരം +1 കൂടി കൂട്ടി 12 ആക്കണം. നേരം വെളുത്താൽ ഇരട്ട, രാത്രിയിൽ ഒറ്റ. അതുകൊണ്ട് വല്ല അസൗകര്യവും നേരിട്ടാൽ പെട്ടെന്ന് ഹോസ്പിറ്റൽ കേസ് വന്നു അല്ലെങ്കിൽ ക്ഷീണം വന്നു, അങ്ങനെ വരുമ്പോൾ ആയിഷ ബീവി പറയാം, റസൂലുള്ള രാത്രിയിൽ നിസ്കരിക്കുന്ന ഖിയാമുൽ ലൈൽ പകലിലായിരുന്നു നിസ്കരിച്ചിരുന്നത്. എന്നിട്ട് നബി ഇരട്ടയാക്കിക്കൊണ്ട് അവസാനിപ്പിച്ചിരുന്നു. മനസ്സിലായില്ലേ? അപ്പൊ രാത്രി നിസ്കാരം ഒരാൾക്ക് മുടക്കൂടാതെ പകലിൽ ഒരു കൂട്ടിയെടുത്താൽ മതി. പകലിൽ ഇരട്ടയാക്കുക അത് വകുപ്പാണ്. ഇനി എന്തെങ്കിലും അത് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. സുന്നത്താണെന്ന് പറഞ്ഞവർക്ക് സുന്നത്ത് മുഅക്കദത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മൊത്തത്തിൽ നമ്മൾ മനസ്സിലാക്കുക പ്രബലമായ സുന്നത്താണ് സുന്നത്ത് മുഅക്കദ പെരുന്നാൾ നിസ്കാരം. അതുകൊണ്ട് അന്ന് കുളിച്ച് വൃത്തിയായി ഉള്ള വസ്ത്രങ്ങളിൽ പുതിയത് ധരിച്ച് സുഗന്ധം പൂശി തക്ബീർ ചൊല്ലി ഈദ്ഗാഹിൽ വെച്ച് നമസ്കരിക്കുന്ന നമസ്കാരത്തിൽ പങ്കെടുക്കാം. ഇവിടെ പള്ളി നമസ്കാരം തൊട്ടപ്പുറത്ത് ഈദ്ഗാഹിലുണ്ട്. ഏതാണ് നബിചര്യ? ഈദ്ഗാഹ്. അങ്ങോട്ട് ഈദ്ഗാഹ്. ശരി, മഴക്കാലം ബുദ്ധിമുട്ടാണ്. പള്ളിയിലാണ് പെരുന്നാൾ നമസ്കാരം ഈദ്ഗാഹിൽ. അതാണ് പ്രവാചകന്റെ ചര്യ. പെരുന്നാൾ നമസ്കാരത്തിന്റെ മുമ്പോ ശേഷമോ ഒരു സുന്നത്തുമില്ല. പള്ളിയിലാണെങ്കിൽ തഹിയ്യത്തുൽ മസ്ജിദ് ഉണ്ട്. ഈദ്ഗാഹിൽ നമസ്കരിക്കേണ്ടതില്ല. പെരുന്നാൾ നമസ്കാരം പള്ളിയിൽ വെച്ച് പെരുന്നാൾ നമസ്കാരം തഹിയ്യത്തുൽ മസ്ജിദ് എടുക്കണം. പിന്നെന്തെങ്കിലും ഇപ്പത്തെ വിറ്റുള്ള സാധാരണ എല്ലാ കൊല്ലവും നമ്മൾ ഒന്നിനെ കുറിച്ചാണ് യുദ്ധം തുടങ്ങിയതിന്റെ പേരുള്ള വിത്തറിൽ കൊല്ലത്ത് വേണമെങ്കിലും ഇല്ലെങ്കിൽ പണ്ഡിതന്മാർ ആ വിഷയത്തിൽ ഏക അഭിപ്രായക്കാരല്ല. എല്ലാ കാലഘട്ടത്തിലും വിത്തറിൽ ഓതാമെന്ന് പറഞ്ഞവരുണ്ട്. റമദാനിൽ മാത്രം ഓതാമെന്ന് പറഞ്ഞവരുണ്ട്. റമദാൻ പകുതി പിന്നിട്ട ശേഷം ഓതാമെന്ന് പറഞ്ഞവരുണ്ട്. പല തരക്കാരക്കാർ. എന്തായാലും റസൂലുള്ള 3 ദിവസം ഖിയാമുൽ സഹാബത്ത് ഒന്നിച്ച് നമസ്കരിച്ചത് വിത്തറിൽ ഖുനൂത്ത് ഓതിയോ അവസാന റക്അത്തിൽ ഖുനൂത്ത് ഓതിയോ ഇല്ലയോ വ്യക്തമായ രേഖയില്ല, റിപ്പോർട്ടില്ല.
പ്രവാചകൻ എത്ര ദിവസം പള്ളി നിസ്കരിച്ചേ? 3 ദിവസം. ആ 3 ദിവസത്തെ ഖുനൂത്ത് നബി ഓതിയോ ഇല്ലയോ ഒരു രേഖയില്ല. പിന്നെ ഒറ്റക്ക് നിസ്കരിക്കുന്നവൻ ഓതിക്കോട്ടെ, ഒരു വിരോധമല്ല. ജമാഅത്തായ സംവിധാനത്തിൽ ഓതാൻ ഈ 3 ദിവസം ഓതിയതിൽ രേഖയുണ്ടോ? ഉണ്ടെങ്കിൽ ഓതാം. ഉള്ളവർ കാണിച്ചു തരട്ടെ. പിന്നെ പറയട്ടെ. ഇനി ഈ ഓതിയാൻ പഠിപ്പിച്ചു കൊടുത്ത ഖുനൂത്തിന്റെ രീതി എന്റെ ഉപ്പ ആരാ പറയുന്നത്? ഫാത്തിമ ബീവിയുടെ അലി റളിയല്ലാഹു അൻഹുവിന്റെ 2 മക്കളിൽ ഒരുത്തനായ ഹസൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലമനി റസൂലുള്ളാഹി എനിക്ക് ദിക്ർ പഠിപ്പിച്ചു തന്ന അന്ന് എനിക്ക് 4 വയസ്സ് പ്രായമായിരുന്നു. ദിക്റിലെ ഈ ഖുനൂത്ത് ഓതാൻ അല്ലാഹുമ്മ ഹ്ദിനി ഫിമൻ ഹദൈത എന്ന് പറഞ്ഞ ദിക്ർ നബി തിരുമേനി എനിക്ക് ഞാൻ 4 വയസ്സുള്ളപ്പോൾ പഠിപ്പിച്ചു തന്നു എന്നാണ് പറയുന്നത്. ഹദീസ് പണ്ഡിതന്മാർ പറയുന്നത് 4 വയസ്സിൽ ഒരു റിപ്പോർട്ട് വന്നാൽ അത് പരിഗണിക്കാൻ പറ്റില്ല എന്നാണ്. 6 വയസ്സോ 7 വയസ്സോ ആകേണ്ടതുണ്ട്. അമ്മത്തിനെ കുറിച്ച് ബോധമില്ലാത്ത തർബീസ് ഇല്ലാത്ത പ്രായത്തിൽ പഠിപ്പിക്കപ്പെട്ടതിന് ഫലമില്ല. അതവിടെ വേറെ വർത്താനം. അപ്പൊ ഈ കുട്ടി എന്താ പറയുന്നത്? 4 വയസ്സിലാണ്. ഹദീസ് പണ്ഡിതന്മാരുടെ കണക്ക് പ്രകാരം 6 7 വയസ്സിലാക്കിയതാണ് അങ്ങനെ വരുന്ന റിപ്പോർട്ടുകൾ. അപ്പൊ അതും അവിടെ ഒരു വിഷയമുണ്ട്. ഇതൊക്കെ പാടെ ആക്കി കൊടുക്കിയിട്ട് ഓതുന്നവർ ഓതിക്കോട്ടെ, ഓതാത്തവർ ഓതേണ്ടതില്ല. നമ്മൾ ഓതുന്നവരെയും കുറ്റപ്പെടുത്തേണ്ടത്, ഓതാത്തവരെയും കുറ്റപ്പെടുത്തേണ്ടതാണ്. എനിക്ക് മനസ്സിലാകുന്നത് ഓതേണ്ടതില്ല. ചെറുപെരുന്നാളിനെ തുടങ്ങും. റമദാനിന്റെ പരിസമാപ്തി 30 നോമ്പാണെങ്കിൽ മഗ്‌രിബ് മഗ്‌റൂം കൂടെ 29 അവസാനിച്ചാൽ മാസം കണ്ട് വിവരം കിട്ടിയാൽ എന്നിട്ട് ഏതുവരെ ഇമാമ തക്ബീർ കെട്ടുന്നത് ഇമാമ നിസ്കാരത്തിന്റെ ശേഷമുള്ള ഖുതുബയും തക്ബീറും ചൊല്ലാൻ പാടില്ല എന്ന് പാടില്ല എന്ന് എന്റെ അഭിപ്രായമാണ്. പെരുന്നാൾ ആയതുകൊണ്ട് ആ ഒരു ഖുതുബ എന്ന ഓർമ്മക്ക് വേണ്ടി ഇടയ്ക്ക് ചൊല്ലാമെന്ന് ചൊല്ലുന്ന പണ്ഡിതന്മാർ ഇമാമ നിസ്കരിച്ചതോടുകൂടി സമയം തീർന്നതോടുകൂടി ഇനി ആവർത്തിക്കേണ്ടതില്ലെന്ന് ചൊല്ലാൻ പാടില്ല എന്ന പണ്ഡിതന്മാർ. എന്റെ മനസ്സിലായപ്പെട്ട അഭിപ്രായ പ്രകാരം ആ നിസ്കാരം കൈയുടെ വരെ വേണമെങ്കിൽ 1 2 തവണ കൂടി ചൊല്ലാം. കാരണം പെരുന്നാളിന്റെ വലിയ പെരുന്നാളിന്റെ ഈ പറയപ്പെട്ട മാസം പിറവിയല്ല ദുൽഹജ്ജ് 10 നേരത്തെ അറിയാം. അന്ന് മകൻ തലേ ദിവസം മകൻ തുടങ്ങുകയും അയ്യാമു തശ്രീഖിന്റെ 13ന്റെ അന്ന് അസർ വരെ തുടരുകയും ചെയ്യാം. പിന്നെ ബാക്കി ഖുർആൻ മുഴുവനായി ഓതി തീർത്തിട്ട് ദുആ നടത്തുന്ന രീതി എന്താണ് ചോദിച്ചത് മനസ്സിലായി? ഹറമിലൊക്കെ ഖുർആൻ മുഴുവനായി ഓതി കഴിഞ്ഞിട്ട് അത് വിത്തറിലാണ് നടത്തുന്നത്. അത് ഖുർആൻ ഓതി കഴിഞ്ഞ അപ്പോൾ തന്നെ വിത്തറിലല്ല. അറബികൾ വിത്തറിലാണ് കിട്ടിയാൽ എല്ലാം അതിലേക്ക് തന്നെ കേൾക്കാൻ 20 മിനിറ്റ് 30 മിനിറ്റ് ഒക്കെ അങ്ങനെ ഖുനൂത്ത് അതിൽ കുറെ അങ്ങനെ കരയാം. ഇതിനൊന്നും റസൂലുള്ളാഹിന്റെ ചര്യയിൽ നമ്മൾ തെളിവ് കണ്ടിട്ടില്ല. അല്ലാതെ എന്താ പറയാനാ? അപ്പോ ഇനിയിപ്പോ അത് തെറ്റിന് പറയുന്നത് നമ്മള് മനുഷ്യനിങ്ങനെ ഉള്ളിൽ എന്താ പറയാ നമ്മളെ ആ ഖുനൂത്ത് കിട്ടിയ നമുക്കൊരു എന്ത് കിട്ടിയതാ? ആശ്വാസം കിട്ടി, മനസ്സമാധാനം കിട്ടി. അങ്ങനെയാണെങ്കിൽ റസൂലുള്ളാഹി വ്യക്തമായി പഠിപ്പിച്ചു തരട്ടെ. എന്റെ ഉമ്മത്തിലെ 14 നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് വരുന്ന ആളുകൾക്ക് മനസ്സമാധാനം കിട്ടാനില്ല, ഞാൻ കുറച്ചുകൂടി തന്നെ നന്നാക്കി പഠിപ്പിച്ചു കൊടുക്കാം. അങ്ങനെ റിപ്പോർട്ടൊന്നും ഇല്ല. അപ്പോ കുറെ ആണിയും നീണ്ടു പ്രാർത്ഥിക്കുകയും ചെയ്ത് അത് ഉഷാറായി എന്ന നിലപാടാണ് ഇപ്പോഴും കേരളത്തിലെ സലഫികളായ ആളുകളിൽ നല്ലൊരു ശതമാനത്തിൽ വരെ. ഷാഫി മദ്ഹബിൽ നിന്ന് നമ്മൾ സലഫിയത്തിലേക്ക് പോന്നപ്പോ കിട്ടിയ ചില ബാക്കി പത്രങ്ങളാണ്. നല്ലോണം ദ്വേർക്കാം, അതൊരു നല്ല കാര്യം ചെയ്ത ഒരുപാട് ദ്വേർക്കുന്ന പുസ്തകം. ഞാൻ മനസ്സിലാക്കുന്നത്
നബി എത്രയാണോ കാണിച്ചു തന്നത് അവിടെ തന്നെ നിൽക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ അതിന് കൂലിക്കുന്നു പറഞ്ഞു. ഇനി എന്തെങ്കിലും ഏത് ഉദ്ദേശിക്കണേ? കംപ്ലീറ്റ് കണ്ണ് കാണുന്ന രീതിയിൽ മറക്കുക. അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കണേ? ആ പെണ്ണ് ഉദ്ദേശിക്കണ എന്താ? അതല്ലേ പെണ്ണ് മുഖം പടക്കാൻ പറ്റും. അന്യപുരുഷന്മാരാണ്. അന്യപുരുഷന്മാർക്ക് മൂലാമനക്ക് എന്നാരും കാണേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ അത് തെറ്റെന്ന് പറഞ്ഞു. എന്നാൽ ഒരാൾ മുഖം പുറത്തേക്ക് മുഖം മറക്കാൻ ഒരു പെൺകുട്ടി അങ്ങനെ തീരുമാനിക്കാൻ ഒരു വിരോധമില്ല. അന്യ പുരുഷന്മാരുടെ സാന്നിധ്യത്തിൽ അവർ മറച്ചു. അതാണ് അങ്ങനെ ശ്രദ്ധിക്കുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിന് നിർബന്ധാവസ്ഥ എന്ന് പറയേണ്ടതില്ല. അതിന്റെ പേരിൽ തൊലാക്കില്ല, അതിന്റെ പേരിൽ തെറ്റി പറഞ്ഞേക്കാൻ അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇതിന്മാർക്ക് അഭിപ്രായ വ്യത്യാസം മനുഷ്യയാണ്. ഒരു മറക്കനെ അവർ മറച്ചോടെ തടയണം. അവരൊന്നുകൂടി സേഫാവാനായിരുന്നു ഉദ്ദേശിച്ചത്. അവരുടെ ഇടപെടുന്ന കേന്ദ്രങ്ങളിലൊക്കെ ഒന്നുകൂടി സേഫായ എന്നുള്ള ഉദ്ദേശമാണെങ്കിൽ മറച്ചോട്ടെ. ഈ ഇങ്ങനെ തന്നെ നടന്ന് മറപ്പിച്ച് നമ്മളവരെ കമ്പൽസനാക്കി മറപ്പിക്കുമ്പോൾ അതിന്റെ ദീനി വശം പറഞ്ഞു വെക്കുക. അവര് ഒരു തീരുമാനിക്കാനാണ് നല്ലതെന്ന് പറഞ്ഞു കൊടുക്കാം. അങ്ങനെയൊക്കെ സ്ട്രോങ് ആക്കേണ്ട ചില കാര്യങ്ങൾ അള്ളാന്റെ റസൂല് എങ്ങനെയാണോ അത് പഠിപ്പിക്കപ്പെട്ടത് ആ രീതി മതി. ഇപ്പോ അന്യപുരുഷന്മാര് കാണുമ്പോഴാണ് മറക്കണം. അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം എന്താ? അന്യപുരുഷന്മാരില്ലാത്തോടത്ത് മറക്കാറില്ല. അവര് അങ്ങനെയാണെങ്കിൽ ചെയ്തോട്ടെ, നിക്കാഹ് വേണം തോന്നിയാൽ മറച്ചോട്ടെ. പക്ഷെ അതില്ലെങ്കിൽ ഹറാമാണെന്നൊക്കെ പറഞ്ഞു പത്തുമ എടുക്കുക. അതില്ലാത്തൊരു ഇസ്ലാമിന്റെ പുറത്താണെന്ന് പറയാം. അത്രത്തോളം വേണം. എങ്ങനെ റമദാൻ മാസത്തിൽ സലാം പറഞ്ഞു മനസ്സിലായി. റസൂൽ അതിന് ശബുൽ റമദാൻ പ്രത്യേക സലാം പറഞ്ഞതായി സുന്നത്തിൽ നമ്മൾ കണ്ടിട്ടില്ല. ഇന്നൊരു കളി അവർക്കൊരു ഈ പറഞ്ഞ പറച്ചിലാണ്. ഇത് ഒരാൾ നേരത്തെ സലാം തന്നെ സലാമിനെ പറ്റി പറഞ്ഞു. ഇയാൾ മുഖം കൊടുത്തിട്ട് പിന്നെയും കണ്ടു കൊടുത്തിട്ട് എത്തണം അത്. അങ്ങനെ സലാം എനിക്ക് പഠിപ്പിച്ചിട്ടില്ല. എനിക്ക് എത്ര പഠിപ്പിച്ചേ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പിന്നെ നേരത്തെ കുട്ടി ഓതിയ കുട്ടി സുജൂദിൽ പോയി കിടന്നിട്ട് അല്ലാഹു പറയും. മനസ്സിലായോ? ഇങ്ങോട്ട് ബാങ്കിലുള്ളവർ ഇങ്ങനെ പോകാൻ വേണ്ടി ഒരുക്കി ഇങ്ങനെ കാൽകൊണ്ട് കുറച്ച് പടക്കി വയ്ക്കുക. ആ ഏർപ്പാട് ശരിയല്ല. കുട്ടിക്ക് കുഴപ്പമില്ല, ഓരോ പഠിച്ച ആഗ്രഹം. മനസ്സിലാക്കേണ്ടതാണ് രണ്ട് റുക്കിനുകൾക്ക് ഇടയിലാണ് തക്ബീർ. കേട്ടോ, നമ്മൾ സുന്നത്ത് ഓതി റുക്കുയിലേക്ക് പോകും. അപ്പൊ റുക്കുയിലേക്ക് പോകുമ്പോ അല്ലാഹു അക്ബർ പോകുമ്പോ തന്നെ തുടങ്ങാൻ ഇവിടെ തീര. അതാണ് രണ്ടിന്റെ ഇടയിൽ. അപ്പൊ കീഴ്പോട്ട് പോകുമ്പോ അല്ലാഹു അക്ബർ. ഇത് അവിടെ പോയി കടന്നിട്ട് അല്ലാഹു അക്ബർ പറയാം. നോ, ചിലരെങ്ങനെ പറയുന്നത് രണ്ടൊപ്പം. ചിലര് മൈക്ക് കിട്ടാൻ വേണ്ടിട്ട് റുക്കൂക്ക് പോണതിന്റെ മുമ്പ് അല്ലാഹു അക്ബർ എന്നൊക്കെ തെറ്റാ.
സ്വല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ ഏതൊരു പ്രകാരം നിങ്ങൾക്ക് നിസ്കരിച്ച് കാണിച്ചു തന്നുവോ അതേ പ്രകാരം നിങ്ങൾ നിസ്കരിക്കണം, അപ്പോഴേ കൂലിട്ടുള്ളൂ. ഇതിങ്ങനെ സൗണ്ട് ഇട്ടാൻ വേണ്ടിയിട്ട് അല്ലാഹു അക്ബർ കിട്ടൂല, ഒപ്പം അല്ലാഹു അക്ബർ സമിഅ അല്ലാഹു ലിമൻ ഹമിദ രണ്ടും ഒപ്പം. പിന്നെ ഇറക്കി കഴിഞ്ഞിട്ടുണ്ട് സലാം കിട്ടുമ്പോ, സലാം കിട്ടുമ്പോ വലതു ഭാഗത്തെ കവിഴ്ത്തണം, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പേരടിക്ക് തല തിരിക്കാൻ കുഴപ്പമില്ലാത്ത ചെക്കിലിരിക്കണം, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലത്തോട്ട് തിരിക്കുന്നതിനേക്കാളും അല്പം കൂടുതൽ ഇടത്തോട്ട് പോകണം. രണ്ടും പറച്ചിലും വീട്ടിലൊപ്പം. അതിനിടയിൽ ഇറക്കി കയറ്റല്ലോ, പാടില്ല. എന്തൊക്കെ രീതി അവൻ എടുത്തിട്ട് അത് പ്രത്യേക രീതി. അത് മൈക്ക് വന്നപ്പോ അത് സുന്നത്തിലുള്ള, അത് മൈക്ക് വന്നാലും മാറ്റം മതി. ഇനി പറയുമ്പോൾ തന്നെ ബന്ധിച്ചു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോഴായിരുന്നു നമ്മൾ ആദ്യം ബന്ധിച്ചിരുന്നത്. അത് കുറച്ചുകൂടി മുന്നോട്ട് വന്നോട്ടെ അത് ഇളക്കുകയോ ഇളക്കാതിരിക്കുകയോ ചെയ്യാം. ഇളക്കാൻ ഒരു ഹദീസും ഇളക്കാതിരിക്കാൻ 14 ഹദീസും വന്നിട്ടുണ്ട്. ഇഷ്ടമുള്ള രീതി സ്വീകരിച്ചോട്ടെ. ഹദീസിൽ വന്നിട്ടുണ്ട്, 2 രീതി വന്നിട്ടുണ്ട്. അതുപോലെ കൈ തൂക്കിടാം, കെട്ടാം, 2 വന്നിട്ടുണ്ട്. അതിന് എതിർക്കേണ്ടതില്ല. സുജൂദിലേക്ക് പോകുമ്പോൾ കൈകൾ വെക്കാം, കാൽമുട്ടുകൾ വെക്കാം, 2 കൂട്ടരും എതിർക്കേണ്ടതില്ല. അങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട് പണ്ഡിതന്മാർ. പിന്നെ ഇബാദത്തിന്റെ അവസാനമാണ് നിസ്കാരം തീർന്നു. പിന്നെ എനിക്കൊരു സംശയം, ഞാൻ പ്രത്യേകം പറയുന്ന ഈ കുട്ടി മസീഹുൽ ദജ്ജാൽ വരെ ഓരോന്നുണ്ടോ ഇല്ലേ? പറഞ്ഞ മനസ്സിലായില്ല. നിങ്ങൾക്ക് ചെറിയ സംശയം ഉണ്ടാവും, ചെറിയ സംശയം ഉണ്ടാവും. എന്നാൽ മസീഹുൽ ദജ്ജാൽ വരെ ഓതണം. اللهم إني أعوذ بك من عذاب جهنم ومن عذاب القبر ومن فتنة المحيا والممات ومن فتنة المسيح الدجال. ഈ 5 സംഗതികളിൽ നിന്നുള്ള അഭയത്താണ്. കഠിന കഠോരമായ നരകശിക്ഷയിൽ നിന്ന്, കബറിലെ ശിക്ഷയിൽ നിന്ന്, ജീവിതത്തിലും മരണരംഗത്തുമുള്ള പരീക്ഷണങ്ങളിൽ നിന്ന്, മസീഹുൽ ദജ്ജാലിന്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷിക്കണേ പടച്ചോനെ എന്ന് പറയാനുള്ള അവസരം ഇമാം മൗലൂദുകൾക്ക് വെച്ചു കൊടുക്കണം. ഒരു നിസ്കാരത്തിലും റസൂലുള്ളാഹി ഇന്നക ഹമീദും മജീദ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞതായി ഒരു റിപ്പോർട്ടിലും ഇല്ലേ ഇല്ല. പഠിപ്പിച്ചു കൊടുക്കണം. ഓക്കേ, സുന്നത്തല്ല ഫർളായി അവിടെ ഒക്കെ സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി നിയത്തിന് മാത്രമേ മാറ്റുള്ളൂ. ഞാൻ മനസ്സിലാക്കുന്നത് ഇമാം അങ്ങനെ നിർത്തിപ്പെട്ടാലും വീഡിയോ പിന്നെ മൂപ്പരിക്കുള്ള ബന്ധപ്പെട്ടാലും ഞാൻ അത് ചൊല്ലിക്ക് സലാം. അതാണ് എന്റെ നിലപാട്. എനിക്ക് ഇങ്ങനത്തെ പലയിടത്തോളം കിട്ടലുണ്ട്. 14 സ്ഥലത്ത് ഓരോ സ്ഥലത്തും ഓരോ ദിവസം. അപ്പൊ ഇന്നത്തെ ഹദീസ് മജീദിന് മൂപ്പര് കൂട്ടാം. ഞാനെന്താക്കിയാലും മസീഹുൽ ദജ്ജാൽ വരെ പോകും, എന്നിട്ട് കൂട്ടും. എന്താ പ്രാരംഭ പ്രാർത്ഥന അതിന്റെ വിധിയോ ഓരോ ഈ 2 റക്അത്തിലും പ്രാരംഭ പ്രാർത്ഥനകളിൽ ഏകത്തിലൊന്ന് നബി ഏക പഠിപ്പിച്ചു. വലിയ മാത്രമല്ല സുബ്ഹാനക്കല്ലാഹു വബിഹംദിക വതബാറക അങ്ങനെ അല്ലാഹുമ്മ ബഅദ് ബൈനി വബൈന ഖതായ അങ്ങനെ സുബ്ഹുൽ ഖുദ്ദൂസുൽ റബ്ബുൽ മലായികതി വർ 7 രീതി വജ്ജതു 7 രീതിയിലുണ്ട്. ഏതെങ്കിലും ഒരു പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് പ്രാർത്ഥനയിലേക്ക് കടക്കണം. ശരി, ഈ പ്രാരംഭ പ്രാർത്ഥനയ്ക്ക് എത്ര ടൈം വരും? ഒരു അര മിനിറ്റ് വരുന്നുണ്ടിപ്പോൾ. 6 ഇഞ്ചത്തിലും 6 അര 3 മിനിറ്റ് വരും. അവസാനം ഈ പറഞ്ഞ 4 നേടാനും ഒരു അര മിനിറ്റ്. അപ്പൊ 3 6 മിനിറ്റ് വഴി 6 മിനിറ്റ് വഴികിനെന്താ ആർക്കാ പരാതി? അതുകൊണ്ട് മസീഹുൽ ദജ്ജാൽ വരാൻ പോകുന്നത് പ്രാരംഭ പ്രാർത്ഥന ചൊല്ലിയിട്ട് നിസ്കരിച്ചാൽ മതി എന്ന് പഠിപ്പിക്കപ്പെടണം. എന്താ ഈ തലമുറ ഇപ്പൊ ഇങ്ങനെ കുറച്ചാൽ അടുത്ത തലമുറ അത്തയ്യാത്ത് വേണ്ടി സലാത്ത് വേണ്ടാൻ നോക്കും.
പിന്നെ അന്തയാതന വേണ്ട. പിന്നെ ചോദ്യം, അതൊക്കെ സുന്നത്തല്ലേ? അപ്പൊ ഈ നിസ്കാരം മൊത്തത്തിൽ നിസ്കാരം ഒക്കെ സുന്നത്തല്ലേ? അവസാനിപ്പിച്ചാലോ?